അപ്പോൾ നമ്മൾ ഞാൻ ഇലയൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ അല്ലേ? ഇനി നമുക്കിതാ ആ ഇലയെല്ലാം വേണ്ട പൊടി പൊടിയായിട്ടൊരു രജനി അരിഞ്ഞ് തന്നെനിക്ക്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. കൂട്ടിരിക്കട്ടെ, എല്ലാം കൂട്ടിരിക്കട്ടെ. നമുക്ക് രജനിയേ ഇതിൻ്റെ അടുത്തേക്ക് ഒന്ന് കാട്ടിത്താ കുട്ടിയേ. ആ കിട്ടി 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 കിട്ടി. അപ്പോൾ നമ്മൾ എല്ലാ ഇലകളും ചേർന്നുള്ള ഏകദേശം ഒരു 10 ഇലയെന്ന് പറയാം. 10 ഇലത്തോരനൊന്നും അല്ല, പക്ഷേ 10 ഇലയെന്ന് വേണേ പറയാം. അപ്പം നമ്മൾ ഇതാ ആ ഇലയെല്ലാം എന്താ നമ്മുടെ രജനി അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞു തന്നു. അവളോടും കൂടെ എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അവൾ നിൽക്കുകയല്ല, അവൾക്ക് സ്റ്റൈലിന് പോലെ ഞാൻ അതാ പറഞ്ഞു, അവൾക്ക് വേറെ പണിയുണ്ടെന്ന്. അതിനിടയിൽ കൂടെ ഒന്നും മുഖം കാണിച്ചാൽ എന്താ നിനക്ക് കുഴപ്പം? ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഊമയെപ്പോലെ, ഊമയല്ല സംസാരം ഇഷ്ടം പോലെ ഉണ്ടല്ലേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിന് ഈ കുപ്പിയിലോട്ടേ ഇത്തിരി വെളിച്ചെണ്ണ കൂടെ എടുക്കുക കേട്ടോ. ഞാൻ ഇപ്പം ഇതിന് ഈ തോരനുള്ളതേ ഉള്ളു വെളിച്ചെണ്ണ ഇതിനകത്ത് കേട്ടോ കുട്ടിയെ. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ എടുക്കാം. വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടുവന്ന് ഇരിക്കണത് കട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ കുട്ടിയെ. ഇപ്പോൾ ഇതാ നമ്മൾ വറ്റൽമുളക് ഇട്ടു. മുമ്പൊക്കെ ആണെങ്കിൽ വറ്റൽമുളക് ആദ്യം ഇപ്പോഴത്തെ രീതിയിലൊന്നും പറ്റില്ല, കാരണം എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. ഇതിന് ഈ അരവ് പോരാ കേട്ടോ. ഒരു ഇച്ചിരി നാളികേരം കൂടെ വേണം. ഇച്ചിരി നാളികേരം കൂടെ ചതച്ച് ഇച്ചിരി നാളികേരം കൂടെ ഈ ഇലക്കനുസരിച്ച് നാളികേരം അതിനകത്തുണ്ടേലല്ലേ അതിന് രുചി ഉണ്ടാവുള്ളൂ. അത് ഇച്ചിരി കൂടെ ചതയ്ക്ക്. നാളികേരം ഇട്ടതുണ്ടല്ലോ പിന്നെ എനിക്ക് ലാഭം പിടിക്കുന്ന നാളികേരം ഒരുപാട് പാടില്ല, ശരി തന്നെ വേണ്ടത് വേണമല്ലോ. ഈ കണ്ടില്ല ഇത്രയും ഇലയ്ക്ക് ഈ അരവ് മതിയോ നിങ്ങൾ നോക്ക്. ആ ഇത്രയും കൂടെ കൊണ്ട് അല്ലല്ല ചുമമ്പ് കൊണ്ട് ഇച്ചിരി ലേശം കൂടെ ഇതിലോട്ടിട്ട് തിരിഞ്ഞാൽ മതി. അതിലോട്ടിട്ട് തിരിഞ്ഞാൽ മതി. ഇച്ചിരി കൂടെ കാണും. അപ്പം വറ്റൽമുളക്, ഉഴുന്ന്, കടുക് ഇതെല്ലാം കൂടെ മൂക്കട്ടെ. അരവ് ഉണ്ടോ ഇത്രയും വേണം, എന്നെങ്കിൽ അതിന് പാകമുള്ളൂ. ഓരോന്നിനും അതിൻ്റെ കണക്കില്ലേ അരവ്. അപ്പം ഇലയെല്ലാം കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഞാൻ ഇലയെല്ലാം പറിച്ചുകൊണ്ട് വന്ന് കഴുകിയൊക്കെ ഇവിടെ വെച്ചിരുന്നു. എന്നാലും ഒന്നുകൂടെ കഴുകണമെന്ന് പറഞ്ഞു. അവൾ കഴുകിയൊക്കെ അരിഞ്ഞ് തന്നു. അവളുടെ മുഖം കാണിക്കാൻ അവൾക്ക് ലജ്ജ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഞാൻ ഏകയാണെന്ന് പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ചെയ്യാൻ വരും. നിങ്ങളുടെയൊക്കെ പാചകമൊക്കെ കഴിഞ്ഞുണ്ടോ? ചിലർ കാണാം കേട്ടോ. ഇത് ഇട്ടിട്ട് ഒന്ന് പുലർത്തിയിട്ട് അഴക്കിയിട്ട് ഇടുന്നത്. ഞങ്ങളങ്ങനെ ഞങ്ങളവിടെ കഴിഞ്ഞ ഞങ്ങളാണ്. കടുവ് താളിച്ചിട്ട് ഇല അങ്ങോട്ടിടും. എല്ലാ ഇലകളും ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ ഇല. എല്ലാ ഇലകളും ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതിനകത്ത് മത്തയിലയുണ്ട്, മുരിങ്ങയിലയുണ്ട്, എല്ലാ ചീരകളും പൊടിച്ചത് ഉൾപ്പെടെയുള്ള എല്ലാ ചീരകളും ഉണ്ട്. സാമ്പാർ ചീര, കടിച്ചൂവ, പിന്നെ നമ്മുടെ ഡയബറ്റിക് ചീര, മഷിത്തണ്ട്, ഇങ്ങനെ എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു നിങ്ങളെ കേട്ടോ. ഇങ്ങനെ ഇനി ഇതിനകത്തേക്ക് ഇതാ നമ്മൾ ഇന്നലെ കലക്കി വെച്ചില്ലേ കല്ലുപ്പ്, ആ കല്ലുപ്പ് കലക്കി വെച്ചിരിക്കണം. നിങ്ങളതിൻ്റെ പാകം നോക്കണം കേട്ടോ. ഒരുപാടായി പോകരുത്. ഈ ഇല ചൊങ്ങുമ്പോൾ വളരെ കുറവല്ലേ, അതുകൊണ്ട് അതിങ്ങനെ ഒന്ന് ഇവിടെ അടപ്പുപാത്രം ഉണ്ടല്ലോ. എത്ര അടപ്പുപാത്രം മേടിച്ചാലും ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പിടി പെട്ടെന്ന് പോവുക. എല്ലാ പാത്രങ്ങളുടെയും പിടി പോവുക. എന്താ ചെയ്യുക? അത് കാരണം വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ആരെങ്കിലും ഉണ്ട് എൻ്റെ പിന്നെ അവിടെ തിരുവല്ലയിലൊക്കെ അവിടെ മുക്കിന് കടകളുണ്ട്. ഇത്
പിന്നെ ഇതിൻ്റെ ആ ഇത് മറന്നുപോയി, ഈ നട്ടിടാനുണ്ട്. 10-20 രൂപയുള്ളതിന് ചെല്ലി ഞാൻ കണ്ടിപ്പോൾ ഇതുകൊണ്ടൊന്ന് അടയ്ക്കട്ടെ, നിങ്ങളാരും ഒന്നും വിചാരിക്കുന്നത്. ഇത് എഴുതി അവിടെ കിടന്ന് ഇത് നല്ലോണം വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ അരവിടുള്ളൂ. ഒന്നും പറയാൻ കിട്ടുന്നില്ല പെട്ടെന്നായപ്പോൾ. ഇത് ഒന്നുകൂടെ ഒന്ന് ചെറിയ തീ കിടന്നൊന്ന് ഒതുങ്ങട്ടെ. 2 വരി എന്തെങ്കിലും പറയാം അല്ലേ. ഞങ്ങൾക്ക് ഗായികയല്ല, എന്നാലും 2 വരി ഓർമ്മയിൽ നിൽക്കുന്ന 2 വരി പാട്ട് പാടാം അല്ലേ. ഓമന കയ്യിൽ ഒലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു, ഓശാന പെരുന്നാളു വന്നു. നമ്മളെല്ലാ ജാതി മതസ്ഥരെ സ്നേഹിക്കണം അല്ലേ. എല്ലാവരുടെയും പാട്ടുകളും നമ്മൾ പാടണം. നമ്മൾ ഏകോദര സഹോദരങ്ങളല്ലേ. അപ്പോൾ ഓമന കയ്യിൽ ഒലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു, ഓശാന പെരുന്നാളു വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുംഭസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കരളിൽ കനലിരും എരിയുമ്പോഴെങ്ങനെ കരയാതിരും നീടും ഞാനെങ്ങനെ കരയാതിരും നീടും ഞാൻ. ഓമന കയ്യിൽ ഒലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു, ഓശാന പെരുന്നാളു വന്നു. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നു പിണക്കമേ ഉള്ളൂ, ഇന്നു പിണക്കമേ ഉള്ളൂ. പരിശുദ്ധ കന്യമറിയമേ എന്നിലെ മുറിവുണക്കിടുക ഇല്ലേ. നിത്യ ദുഃഖങ്ങൾ സഹിക്കാൻ മനസ്സിനു ശക്തി തരികയില്ലേ. അമ്മേ ശക്തി തരികയില്ലേ. ഓമന കയ്യിൽ ഒലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു, ഓശാന പെരുന്നാളു വന്നു. ഈ പാട്ട് വളരെ പഴയ പാട്ടാണ് കേട്ടോ രജനിയെ. ഇത് വളരെ പഴയ പാട്ടാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഈ പാട്ട് ഓർമ്മ കാണുകയില്ല. ഇത് പിന്നെ ഭാര്യ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. നല്ലൊരു കുടുംബജീവിതം നയിച്ചു വരുന്നൊരു കുടുംബമാണ്. പെട്ടെന്ന് അവർക്കുണ്ടായ ഒരു ഫാമിലി പ്രശ്നങ്ങളും ട്രാജഡി ഒക്കെയാണ് സത്യം മാഷും ജാതിനി അമ്മയുമായിരുന്നു ഇതിലെ കഥാപാത്രങ്ങൾ. പിന്നെ ഇതിലെ ഹീറോയും. അപ്പോൾ നമുക്ക് ഈ അരവ് ചതച്ച് വെച്ചിട്ട് അരവ് ഇതിലോട്ടിടാം. അപ്പോൾ അങ്ങനെ അവരെ പ്രാർത്ഥിക്കുന്ന പാട്ടാണ്. അവരുടെ ദുഃഖം കൊണ്ട് പിന്നീട് ട്രാജഡിയായി അങ്ങേർക്ക് വേറൊരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായി. ആ കുടുംബജീവിതം തകർന്നപ്പോൾ അവർ ദൈവത്തെ വിളിച്ച് കന്യക മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണിത്. ഇത് പാട്ടാണ്, പക്ഷെ ഞാൻ പാടുന്നത് കവിതയായി പോകും. നിങ്ങളതിലൊന്നും വിചാരിക്കരുത്. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിഞ്ഞുകൂടാ. ഞാൻ ഗായികയൊന്നുമല്ല, ഞാൻ വെറും ടീച്ചർ മാത്രമാണ്. അപ്പോൾ അത് ഞാനിത് വേഗുന്നതിനിടെ നിങ്ങളെ ബോറടിപ്പിക്കാമെന്ന് പറഞ്ഞു. രജനിയെ കൊള്ളായിരുന്നോടി.
കുഴപ്പമൊന്നും ഇല്ലല്ലേ? ആ കിടക്കട്ടെ. അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വ്യൂവേഴ്സും ഒക്കെ എന്നെ സഹിച്ചോളും. അവർക്കറിയാം ടീച്ചർക്ക് പ്രായമായി. ടീച്ചർ എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ തന്നെ നിൽക്കുന്ന കുട്ടികളെ ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് നിങ്ങൾ ആലോചിച്ചു. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു 10-14 വയസ്സുള്ളപ്പോൾ 10-16 വയസ്സുള്ളപ്പോൾ ഇറങ്ങിയ പടമാണ് ഭാര്യ എന്നുള്ള സിനിമ. എൻ്റെ കുട്ടിയെ ഇതിൻ്റെ രുചി പറയാൻ വയ്യ, അത്ര രുചിയാണ്. ഇനി ചെറിയ പാത്രം മതി അടയ്ക്കാൻ കേട്ടോ, അത്ര രുചിയായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ അവരവരുടെ ദുഃഖങ്ങൾ കൊണ്ട് അവരുടെ സങ്കടം കൊണ്ട് അന്യമതത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണത്. എനിക്ക് അത് ഒരുപാട് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു പാട്ടാണ് കേട്ടോ കുട്ടികളെ. പാവല്ലേ, നല്ലൊരു പ്രയറാണത്. നല്ല രജനി. അതാണ് പെട്ടെന്ന് ഒരു കുടുംബത്തൊക്കെ പെട്ടെന്ന് എന്തൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ സന്തോഷത്തോട് കഴിഞ്ഞു വരുമ്പോൾ ഏത് നിമിഷം എന്തും സംഭവിക്കുന്ന ഒരു സാഹചര്യമല്ലേ. സാഹചര്യം വരെ സംഭവിക്കാമല്ലോ. ഇതപ്പോൾ എനിക്ക് 15 ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് 16 വർഷം അല്ലെ 17 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ 50 വർഷത്തിന് മുമ്പത്തെ പാട്ടായത്, മുമ്പത്തെ ഒരു സിനിമയായത്. രജനി ഇത്തിരി ചമ്മന്തിയോട് അടിക്കണം കേട്ടോ. അച്ഛന് തോരൻ കൂട്ടാൻ പറ്റില്ല കേട്ടോ. ഈ ചമ്മന്തിയോട് അടിച്ചേക്കണം. വൈകിട്ട് കഞ്ഞിക്കും കൂടെ ചേർത്ത് അടിക്കേട്ടോ കുട്ടി. ഉണ്ടോ? താങ്ക് യു സോ മച്ച്. അപ്പം അങ്ങനെ ഈ തോരൻ ശരിയായി. ഇനി നമുക്ക് എളുപ്പമായത് ഞാൻ നിങ്ങളെ ഒരു പാത്രം എടുത്ത് കാണിക്കാം. നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ പാത്രങ്ങളിലേക്കൊക്കെ കഴിച്ച് കാണുമെന്ന് എനിക്കറിയാം. ഞാനൊരു പാത്രം എടുത്തോണ്ട് വന്നു കേട്ടോ, ഇത് പോരാൻ. ഒരു പാത്രം എടുത്തോണ്ട് വന്നു. ഇതിലേക്ക് നമുക്ക് പോരാം. ഈ പാത്രത്തിൽ നമുക്കിത് പോരാം കേട്ടോ. എൻ്റെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്നില്ലല്ലോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നൊക്കെ. കാരണം അതുകൊണ്ട് നിങ്ങൾ ആരും ചെയ്യുന്നുമില്ല. നിങ്ങൾ ചെയ്തോളൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറയാത്തത്. പക്ഷെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്താണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലേ? ഇതാ തോരൻ നോക്കൂ, എന്ത് നല്ല തോരനായതെന്നറിയോ? തോരൻ, നല്ല തോരൻ, പത്തില തോരൻ. ജനിയെ നമ്മുടെ തോരനെ ഇവരൊക്കെ പറഞ്ഞു രജനിയെ നന്നായിട്ടുണ്ടാ. ഈ തോരൻ നിങ്ങളെല്ലാവരും വെക്കണം കേട്ടോ. കർക്കിടകം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത് കൂട്ടുകാരെ. അതായത് കർക്കിടക മാസത്തിൽ എല്ലാ മാസവും ഒരു 4 ദിവസമെങ്കിലും നിങ്ങൾ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇലത്തോരൻ കഴിക്കണം മസ്റ്റായിട്ട്. കർക്കിടകത്തിൽ അന്ന് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലാത്ത സമയത്തൊന്നും അവരാരും കഴിച്ചിരുന്നില്ല. കപ്പയോ ചക്കയോ അങ്ങനെയൊക്കെ അന്ന് പോകും. കർക്കിടകമാകുമ്പം അന്ന് സമൃദ്ധിയായിട്ട് എല്ലാം ഉണ്ടല്ലോ. പച്ചക്കറികളും പിന്നെ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഉള്ളൊരു കാലഘട്ടമാണ് അന്ന്. പരിഷ്കാരമൊന്നുമില്ലല്ലോ, പുതിയ ഭക്ഷ്യ സംസ്കാരമൊന്നും അല്ലല്ലോ അന്ന്. അപ്പോൾ അത്രയും കർക്കിടക മിഥുനം വരെ നമുക്ക് എല്ലാം സമൃദ്ധിയായിട്ടുണ്ടായിരിക്കും കർക്കിടകം. അപ്പോൾ അതുകൊണ്ട് ആവക ഭക്ഷണങ്ങളൊക്കെ ഇലയിലാരും ശ്രദ്ധിക്കില്ല. കർക്കിടക മാസം ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, എല്ലാം കഴിയും. എല്ലാം കഴിഞ്ഞിട്ട് ചിങ്ങത്തിൽ ആണ് ഇനി ആദ്യ കാർഷിക വിളകളൊക്കെ ആകുന്നതും വിളവുകൾ എടുക്കുന്നതും. അപ്പോൾ അത് കാരണം കർക്കിടകത്തിൽ പഞ്ഞം കർക്കിടകം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇലകളെല്ലാം കൊണ്ട് തോരൻ വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന്. എല്ലാ ഇലകളും ചേർത്ത് കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഫുഡിന് പകരം അതും ഉള്ള വെള്ളം ഉണ്ടെങ്കിലും മതി. എല്ലാം ഉണ്ടല്ലോ, ഇതിനകത്ത് എല്ലാ ഇലകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഇലകൾ കർക്കിടകം മാത്രം നോക്കിയിരിക്കേണ്ട. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുനിന്ന് പുറത്തുനിന്നുള്ള വിഷമയമായ ഭക്ഷണങ്ങൾ മേടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ
വല്ലപ്പോഴൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നുള്ളി എടുക്കാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുത്തി നടണം. എന്തെങ്കിലുമൊക്കെ കുത്തി വെച്ചെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് നുള്ളി എടുക്കാനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഒരു നേരം ഇത് ചപ്പാത്തിക്ക്, എനിക്കിനി വൈകിട്ട് ചപ്പാത്തിക്ക് ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. ഇത് നമുക്ക് വെള്ളരിക്ക മോരൊഴിച്ചുള്ള കൂട്ടാനും ഈ തോരനും ചമ്മന്തിയാണ് ഇന്നത്തെ നമ്മുടെ ഇപ്പോൾ. പിന്നെ അച്ചാർ അതൊക്കെ ഇരിപ്പുണ്ടല്ലോ, അച്ചാർ പപ്പടമൊക്കെ ഒഴിവാക്കുകയാണിപ്പോൾ, എന്നാലും എല്ലാം ഉണ്ട്. അങ്ങനെ ഈ തോരൻ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. യോഗ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥന. അതിലും വലിയൊരു പ്രാർത്ഥനയില്ല അല്ലേ. ബായ്.